ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു. 20-ാം ദിവസമായ ഇന്ന് കിഷ്കിന്ധാകാന്ഡത്തിലെ അംഗദാദികളുടെ സംശയം, സമ്പാദ്യവാക്യം, ഈ 2 ഭാഗങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം വിശ്വകർമാവിൻ്റെ മകളായ ഹേമയുടെ തോഴിയായിരുന്ന സ്വയംപ്രഭയുടെ ആശ്രമത്തിൽ, അതായത് പാതാള ഗുഹയിൽ താമസിച്ച് സ്വയംപ്രഭയുടെ ആതിഥ്യമെല്ലാം സ്വീകരിച്ച് ആ സ്വയംപ്രഭയിൽ നിന്ന് സീതാദേവിയെ കൊണ്ടുപോയതും സീതാദേവിയുടെ ഗതിയും അറിഞ്ഞിട്ട് സുഗ്രീവാജ്ഞയാൽ അവരെ അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് ഈ വാനരന്മാർ. ആ പൂർവ്വസ്ഥാനത്തെത്തിയ അവർ വൃക്ഷശിഖരങ്ങളിലൊക്കെ അങ്ങനെ വസിച്ച് ഇതുവരെ ഒന്നും സാധിച്ചില്ലല്ലോ, സീതാദേവിയെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ, രാവണൻ എവിടെയാണെന്ന് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ദുഃഖിച്ച് അംഗദനും മറ്റുള്ള വാനരന്മാരും കൂടെ പരസ്പരം പറയുകയാണ്. അതുപോലെ അംഗദൻ അവരോട് പറയുകയാണ്, ഈ പാതാള ലോകത്ത് അകപ്പെട്ട് സുഖമായി ഭക്ഷണം കഴിച്ച് ദിവസങ്ങൾ കടന്നുപോയത് നമ്മളാരും അറിഞ്ഞതേയില്ല. 30 നാളിനകം തിരിച്ചു ചെന്നില്ലെങ്കിൽ മരണശിക്ഷ ഉറപ്പ്. ഇതുവരെ ആ ഭൂസുതയെക്കുറിച്ച് ഒരു സൂചന പോലും കിട്ടിയില്ലല്ലോ, ആ സീതാദേവിയെക്കുറിച്ച് ഒരു സൂചന പോലും കിട്ടിയില്ലല്ലോ. രാജനിയോഗം അനുസരിക്കാതെ രാജധാനിയിലേക്ക് എങ്ങനെ മടങ്ങിപ്പോകും? സുഗ്രീവ ശാസനം ഒരിക്കലും നിഷ്ഫലമാവില്ല. ഞാനാണെങ്കിലോ ശത്രുവിൻ്റെ മകനാണല്ലോ. ആ ബാലിയും സുഗ്രീവനും കൂടെ ശത്രുതയിലായിരുന്നല്ലോ. അതുകൊണ്ടാണ് അംഗദൻ അങ്ങനെ വിചാരിക്കുന്നത്. എന്നെ രക്ഷിച്ചത് ആ ശ്രീരാമൻ തിരുവടിയാണല്ലോ. ആ ശ്രീരാമൻ്റെ കാര്യം സാധിക്കാതെ മടങ്ങിച്ചെന്നാൽ എന്നെ ആ ക്ഷണം തന്നെ വധിക്കുമെന്ന് നിശ്ചയം. ശത്രുവായ ബാലിയുടെ മകനായ എന്നോട് ആ സുഗ്രീവൻ എന്ത് മമത! ജ്യേഷ്ഠൻ്റെ ഭാര്യയെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന പാപിയായ ആ ദുരാത്മാവിന് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? ഞാൻ നിങ്ങളോടൊപ്പം വരുന്നില്ല. ഇവിടെയെങ്ങാനും കിടന്ന് വല്ല വിധേയനെയും മരിക്കണമെന്നേ എനിക്കുള്ളൂ. നിങ്ങളെല്ലാവരും പൊയ്ക്കൊള്ളുക. ഇങ്ങനെ പറഞ്ഞ് കരയുകയാണ് അംഗദൻ. ആ കരയുന്ന അംഗദനെ നോക്കി ആ മറ്റു വാനരന്മാരും കണ്ണുനീർ തുടച്ച് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, കരയരുത് അംഗദ, കരയരുത്. നിന്നെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട്. ഇന്ന് നാം കണ്ട ഗുഹയില്ലേ, അതിനകത്ത് പോയി നമുക്ക് സുഖമായി താമസിക്കാം ഇനിയുള്ള കാലം. ആ ഗുഹയിലാണെങ്കിൽ ഒന്നിനും ഒരു കുറവുമില്ല, ദേവലോകത്തിന് തുല്യമാണ്. അവിടെ ആരെയും ഭയപ്പെടുകയും വേണ്ട. അംഗദ വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് മാരുതി വരികയാണ്. മാരുതി വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് മണ്ടത്തരം പറയുന്നത്? ഇങ്ങനെ ഉള്ള ദുർവിചാരങ്ങളൊക്കെ ഉണ്ടാകാമോ നിങ്ങൾക്ക്? ആരും ചിന്തിക്കരുത് ഇങ്ങനെ. ശ്രീരാമന് നിന്നോട് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? എൻ്റെ താരയുടെ മകനായ നിന്നോട് എനിക്കും അതിയായ പ്രിയമുണ്ട്. അത് നിനക്കറിയാൻ പാടില്ലാത്തത് എന്താണ്? എനിക്ക് മാത്രമേ എൻ്റെ മനസ്സിലുള്ള ആ സ്നേഹം അറിയാവൂ. ശ്രീരാമസ്വാമിക്ക് സ്വന്തം അനുജനായ ലക്ഷ്മണനേക്കാൾ അധികം പ്രിയം നിന്നോടുണ്ട്. നിൻ്റെ സാമർഥ്യവും ആ ശ്രീരാമസ്വാമിക്ക് നന്നായി അറിയാം. അദ്ദേഹത്തിന് നിന്നോടുള്ള സ്നേഹത്തിന് ഒട്ടും കുറവില്ല. സ്വർണം എന്തൊക്കെ ചെയ്താലും അതിൻ്റെ തിളക്കവും അതിൻ്റെ ഗുണവും നഷ്ടപ്പെടില്ലല്ലോ. അതുപോലെയാണ് ശ്രീരാമസ്വാമിക്ക് നിന്നോടുള്ള സ്നേഹം. ഒരു കുറവും വന്നിട്ടില്ല. നിന്നോട് വളരെയധികം സ്നേഹമുണ്ടെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ആ സുഗ്രീവനാണെങ്കിലോ ആരോടും ഒരു ദ്വേഷവുമില്ല. അംഗദ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനും നിൻ്റെ ഇഷ്ടത്തിനെതിരായി ഒന്നും ചെയ്യില്ല. വിവരമില്ലാത്തവരുടെ വാക്ക് കേട്ട് ഒരു തീരുമാനവും എടുക്കരുത്. ഗുഹയിൽ താമസിച്ചാൽ ആരെയും പേടിക്കേണ്ടെന്ന് നീ പറഞ്ഞല്ലോ. ആ രാമബാണത്തിന് അപ്രാപ്യമായ ഏത് സ്ഥലമാണ് ഈ 3 ലോകങ്ങളിലുള്ളത്? ഈ അല്പബുദ്ധികൾ പറയുന്നത് കേട്ട് മണ്ടത്തരം ഒന്നും കാണിക്കല്ലേ അംഗദ. ആപത്തെടുക്കുന്ന സമയത്ത് സജ്ജനങ്ങളുടെ വാക്കുകൾ ശോഭിക്കുകയില്ല എന്നറിയുക. തന്നെയുമല്ല, സജ്ജനങ്ങളെ വിശ്വസിക്കാതെ ദുർജനങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും. ദേവന്മാരെയും ബ്രാഹ്മണരെയും വെറുക്കാൻ തുടങ്ങും. ബന്ധുക്കളെയെല്ലാം വെറുക്കാൻ തുടങ്ങും. അത് വർദ്ധിച്ച് വംശനാശത്തിന് തന്നെ കാരണമാകും. അതിൻ്റെ കാരണക്കാരനും ആയിത്തീരും ക്രമേണ. ഇങ്ങനെ പറഞ്ഞ് അംഗദനെ ആശ്വസിപ്പിച്ചിട്ട് ഒരു രഹസ്യം പറയാമെന്ന് പറഞ്ഞ് ശ്രീരാമസ്വാമിയുടെ രഹസ്യം പറയുകയാണ്. നിനക്കറിയാമോ, ഇത് പരമരഹസ്യമാണ്. ശ്രീരാമദേവൻ മനുഷ്യനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ആ ജഗന്മോഹിനിയായ മായാഭഗവതി സീതാദേവിയാണെന്നറിയുക. ജഗദാധാരഭൂതനായ ഫണീശ്വരനായ ആദിശേഷനാകുന്നു ലക്ഷ്മണൻ. രാക്ഷസ കണ്ടകന്മാരെ കൊന്നൊടുക്കി ഈ ഭൂമിയിൽ ധർമ്മത്തെ രക്ഷിപ്പതിനായി പണ്ട് ബ്രഹ്മദേവനും മറ്റ് ദേവന്മാരും പ്രാർത്ഥിച്ചതിനാൽ സൂര്യവംശത്തിൽ വന്ന് ജനിച്ചിരിക്കുകയാണ്. നാമെല്ലാം ആ ദേവനെ പരിചരിക്കുവാനായിട്ടാണ് ഈ കവികളായി ജനിച്ചിരിക്കുന്നത്. ശ്രീരാമനെ പരിചരിച്ച്
ആ വൈകുണ്ഠ ലോകത്തേക്ക് പോകണം വൈകാതെ തന്നെ. ഇങ്ങനെ മാരുതി പ്രകാരം സാന്ത്വന വാക്കുകൾ പറഞ്ഞ് അംഗദനെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഈ വിന്ധ്യാപർവ്വതത്തിലൂടെ വീണ്ടും സീതയെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ നോക്കി നോക്കി നടന്ന് മഹേന്ദ്രപർവ്വതത്തിൻ്റെ താഴ്വരയിൽ എത്തുകയാണ്. അവിടെ ഇതിനെ എങ്ങനെ മറികടക്കും എന്ന് വിചാരിച്ച് വളരെ ദുഃഖിച്ച് നിൽക്കുമ്പോൾ അംഗദനും മറ്റുള്ളവരും വീണ്ടും വ്യസനിക്കുകയാണ്. അവർക്ക് സങ്കടം തീരുന്നില്ല. അതായത് ഇങ്ങനെ അവർ തന്നെത്താൻ പറയുക, നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഈ ഗുഹയിൽ കടന്ന് ദിവസങ്ങൾ കടന്നു പോയത് അറിഞ്ഞില്ല, നല്ല സുഖിച്ച് താമസിച്ചിരുന്നു, സീതാദേവിയെ കണ്ടു കിട്ടിയില്ല, രാവണൻ എവിടെയാണെന്നും അറിയില്ല. അങ്ങനെ ആ സുഗ്രീവനാണെങ്കിൽ കാര്യം സാധിക്കാതെ ചെന്നാൽ നമ്മെ നിശ്ചയമായും വധിക്കും. അങ്ങനെ ആ പാപിയായ സുഗ്രീവൻ്റെ കൈ കൊണ്ട് മരിക്കുന്നതിലും ഭേദം പട്ടിണി കിടന്ന് മരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കിവിടെ കിടന്ന് നമ്മുടെ ജീവൻ അവസാനിപ്പിക്കാം, മരിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് മുക്തി ലഭിക്കും എന്നൊക്കെ അവർ തങ്ങളിൽ പറഞ്ഞിട്ട് ഈ ദർഭപുല്ല് വിരിച്ചു ഭൂമിയിൽ മുഴുവൻ. എന്നിട്ട് അവർ തെക്ക് വടക്കായിട്ട് എല്ലാവരും നിരന്നങ്ങ് കിടക്കുകയാണ്, ഈ വാനരന്മാരെല്ലാവരും. ഇനി അടുത്തത് സമ്പാദി വാക്യമാണ്. സമ്പാദി ജടായുവിൻ്റെ സഹോദരനാണ്. സമ്പാദിയുടെ സഹോദരൻ ജടായുവിനെ നമ്മൾ നേരത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവരിങ്ങനെ ദർഭ വിരിച്ച് ഭൂമിയിൽ നിരന്ന് കിടക്കുമ്പോൾ അതിനടുത്താണ് സമ്പാദി ആ ഗുഹയിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ആ മഹേന്ദ്രപർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഗുഹയിൽ നിന്നും ഭീമാകാരനായ, അതായത് ഉന്നത ശരീരനായ ഒരു കഴുകൻ ഇറങ്ങി അവരുടെ നേരെ നടന്നു വന്നു. വൃദ്ധനായ കഴുകൻ വളരെ വലിപ്പത്തിൽ ഉന്നതാകാരനായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവരെ ഈ നിരന്ന് കിടക്കുന്ന വാനരക്കൂട്ടങ്ങളെ കണ്ടിട്ട് വളരെ ആശ്ചര്യത്തോടുകൂടി, ആഹാ, പക്ഷങ്ങളില്ലാത്ത എനിക്ക് ഭഗവാൻ ഭക്ഷണം കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. അതായത് പക്ഷങ്ങൾ ചിറകുകളാണ്. അപ്പോൾ പക്ഷങ്ങളില്ലാത്ത എനിക്ക്, ചിറകുകളില്ലാത്ത എനിക്ക് ഭഗവാൻ കൊണ്ടുവന്ന ഭക്ഷണമാണ് ഇവരെല്ലാം എന്ന് വിചാരിച്ച് വളരെയധികം സന്തോഷിച്ചിട്ട് ആദ്യം കിടക്കുന്നവനെ ആദ്യം ഭക്ഷിക്കാമെന്ന് കരുതി ഇങ്ങനെ സന്തോഷിച്ച ആ പക്ഷിയുടെ വാക്കുകൾ കേട്ടപ്പം ഈ വാനരന്മാരെല്ലാം പേടിച്ചുപോയി. അവർ പെട്ടെന്ന് അന്യോന്യം പറയുകയാണ്, പർവ്വതം പോലെയുള്ള ഒരു കഴുകൻ എന്താ നമ്മളെല്ലാം വിഴുങ്ങാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്, നമ്മുടെ പൂർവ്വജന്മം കൊണ്ട് ഒരു ഫലവും ഇല്ലാതെ ആയി പോയല്ലോ. ഇനി വിധിയെ തടുക്കാൻ ആരെക്കൊണ്ട് സാധിക്കും? കർമ്മദോഷം തന്നെ. ആ ശ്രീരാമസ്വാമി ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ നമ്മളെ കൊണ്ട്. ഇപ്പോൾ ഇവൻ്റെ കൈകളാൽ മരിക്കുക എന്നതും ഈശ്വര നിശ്ചയം തന്നെ, അനുഭവിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? ഈ നമ്മളെല്ലാം പാപികളായി പോയല്ലോ. ആ നിർമ്മലാത്മാവായ ജടായുവിൻ്റെ അത്രയും പോലും നമ്മെക്കൊണ്ടാവതില്ലാതെ പോയല്ലോ. ആ പാവം പക്ഷിശ്രേഷ്ഠൻ ജടായുവിൻ്റെ നന്മയെപ്പറ്റി പറയുമ്പോൾ ആ പുണ്യമൊന്നും കിട്ടാൻ നമുക്ക് യോഗമില്ല. ശ്രീരാമസ്വാമിക്ക് വേണ്ടി ആ ജീവൻ വെടിഞ്ഞ അവൻ ശ്രീരാമപാദങ്ങളിൽ ചെന്ന് ചേർന്നു. പക്ഷിയായിട്ട് പോലും ആ ജടായുവിന് ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ മോക്ഷം ലഭിച്ചല്ലോ. ആശ്ചര്യം തന്നെ. ഇങ്ങനെ വാനരന്മാർ തങ്ങളിൽ ഇങ്ങനെ പറയുന്നത് കേട്ട ഈ സമ്പാദി പെട്ടെന്ന് വളരെയധികം ആനന്ദത്തോടെ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ കാതുകൾക്ക് അമൃതിന് തുല്യമായ സന്തോഷത്തെ തരുന്ന വാക്കുകൾ പറഞ്ഞത് ആരാണ് ജടായുവിൻ്റെ പേര് പറഞ്ഞത്? ഇങ്ങോട്ട് വരൂ, ആരും ഭയപ്പെടേണ്ട. എല്ലാവരും ചാടി എഴുന്നേറ്റ് ഈ പക്ഷിശ്രേഷ്ഠനായ സമ്പാദിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അതുവരെയുള്ള കഥകളെല്ലാം പറയുകയാണ്. അങ്ങനെ അതുവരെയുള്ളതെന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ ജനനം മുതൽ ഇങ്ങനെ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോയതും ആ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തതും സുഗ്രീവൻ്റെ ആജ്ഞയാലിപ്പോൾ വാനരന്മാർ 4 ദിക്കുകളിലേക്കും സീതാദേവിയെ അന്വേഷിച്ചു പോയതും അവസാനം ദക്ഷിണ ദിക്കിലേക്ക് വന്ന വാനരന്മാരാണ് ഞങ്ങൾ. ആ സ്വയംപ്രഭയുടെ ഗുഹയിൽ കടന്നിട്ട് ദിവസങ്ങൾ കടന്നു പോയത് അറിഞ്ഞില്ല. 30 നാൾ കഴിഞ്ഞ് 30 നാൾ കഴിഞ്ഞ് എത്തുന്നവരെ സുഗ്രീവൻ വധിക്കും. അതുകൊണ്ട് മരിക്കാൻ തയ്യാറായി ഞങ്ങൾ ദർഭ വിരിച്ചതിൽ കിടന്നതാണ് എന്ന് സമ്പാദിയോട് വാനരന്മാർ പറയുന്നു. അപ്പോഴാണ് അങ്ങ് വന്നത്, ഭവാൻ ആരാണെന്ന് പറഞ്ഞാലും എന്ന് സമ്പാദിയോട് വാനരന്മാർ പറയുന്നു. സമ്പാദി ഉടനെ മറുപടി പറയുകയാണ്, എനിക്ക് എത്രയും പ്രിയപ്പെട്ട സഹോദരനാണ് ജടായു. എൻ്റെ സഹോദരനായ ആ ജടായുവിനെ കണ്ടിട്ട് വളരെയധികം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവന് വേണ്ടി ഉദകക്രിയകൾ ചെയ്യണമെന്നുണ്ട്. എന്നെ എടുത്ത ജലാശയത്തിനരികെ എത്തിക്കാമോ? അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ഗുണകരമായ വാക്കുകൾ ഞാൻ പറയുന്നുണ്ട്. ഈ വാനരന്മാർ സമ്പാദിയെ എടുത്ത് ആ സമുദ്രതീരത്ത് കൊണ്ടുചെന്നിരുത്തുന്നു. സമ്പാദി സഹോദരനായ ജടായുവിന് വേണ്ടി ആ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും സമ്പാദിയെ തിരിച്ചു കൊണ്ടുവന്നിരുത്തുകയാണ്. ത്രികൂടാചലം അതായത് ത്രികൂടാചലത്തിൻ്റെ ഉപരി, അതായത് ത്രികൂടാചലത്തിൻ്റെ ഉച്ചിയിൽ ആ മുകളിൽ ഇങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ സമുദ്രത്തിൻ്റെ മധ്യേ ലങ്കാപുരി കാണാൻ കഴിയും. സമ്പാദി പറയുന്നതാണ്. അവിടെ ആ ഉദ്യാനത്തിൽ
രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് ജാനകി വസിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു 100 യോജന ദൂരമുണ്ട് അങ്ങോട്ട്. ഞാൻ ഇവിടെ നിന്ന് കഴുകനാകിയാൽ എനിക്ക് കാണാൻ കഴിയുമെന്നാണ് ഇവിടെ നിന്ന് നോക്കിയാൽ. അതായത് അത്ഭുതകരമാണ് ഈ കഴുകന്മാരുടെ കാഴ്ച. ഈ സമുദ്രം ആരെക്കൊണ്ട് തരണം ചെയ്യാൻ സാധിക്കുമോ അവൻ സീതാദേവിയെ കണ്ടിട്ട് വരും. എൻ്റെ സോദരനെ കൊന്ന ആ രാക്ഷസനെ എങ്ങനെയെങ്കിലും വധിക്കണം. എന്തു ചെയ്യാം? എനിക്ക് ചിറകുകളില്ലാതെ പോയല്ലോ. ഈശ്വര, ശ്രീരാമചന്ദ്ര, ഈ വാനരന്മാരെ നിങ്ങൾ ഈ സമുദ്രം ലംഘിച്ചു പോയി വരണം. പിന്നെ രഘുത്തമൻ രാവണനെയും വധിക്കും. ഇങ്ങനെ 100 യോജന ചാടിക്കടന്ന് അവരിൽ ആര് പോകും എന്നുള്ള ചർച്ചയായി. പിന്നീട് സമ്പാതി തുടർന്ന് തൻ്റെ പൂർവ്വ വൃത്താന്തമെല്ലാം വാനരന്മാരോട് പറയുകയാണ്. ഞാനും ജടായുവായ സോദരനും കൂടി യൗവനത്തിൻ്റെ ആ അഹങ്കാരത്തിൽ അഹങ്കരിച്ച് തിമിർത്തിട്ട് മേൽപോട്ട് പറന്ന് പൊങ്ങിപ്പോയി. അങ്ങനെ പറന്നുയർന്നപ്പോൾ സൂര്യമണ്ഡലത്തിൽ നിന്നും ചൂടേറ്റ് അനുജനായ ജടായുവിന് പൊള്ളലേറ്റു. അപ്പോൾ അവനെ സംരക്ഷിക്കാനായിട്ട് ഞാൻ എൻ്റെ 2 ചിറകുകളും ഇങ്ങനെ ചിറകുകൾ കൊണ്ട് അവനെ മറച്ചു സൂര്യരശ്മിയിൽ നിന്ന്. അപ്പോൾ എൻ്റെ ചിറകുകൾ കരിഞ്ഞ് ഞാൻ താഴെ വീണു. അനുജനായ ജടായു ചിറകുകളോടെയും താഴേക്ക് വീണു. അങ്ങനെ വീഴ്ചയുടെ ആഘാതം കൊണ്ട് ഈ 3 ദിവസം ബോധമില്ലാതെ ആ വിന്ധ്യാപർവ്വതത്തിന് മുകളിൽ ഞാൻ കിടന്നു ബോധമില്ലാതെ. പിന്നീട് ഉണർന്നപ്പോൾ ആ പക്ഷം കരിഞ്ഞ് എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ് എന്നൊന്നും അറിയാതെ വിഭ്രമത്തോടെ എഴുന്നേറ്റ് നടന്ന് നിശാകര മുനിയുടെ അടുത്തെത്തുകയാണ്. നിശാകര മുനിശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഇവർ തമ്മിൽ പരിചയക്കാരാണ്, ഈ സമ്പാദിയും മുനിശ്രേഷ്ഠനും കൂടെ. ആ മുനി ഉടനെ സമ്പാദിയോട് ചോദിച്ചു, എന്താ സമ്പാദി നിനക്ക് ഇങ്ങനെ സംഭവിക്കാൻ? എന്താണ് നിൻ്റെ ഈ വൈരൂപ്യത്തിന് കാരണം? ആര് കാരണം സംഭവിച്ചു? ശക്തനായ നിനക്ക് ഇപ്രകാരം ചിറകുകൾ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? പറയൂ. എല്ലാ വൃത്താന്തങ്ങളും മുനിയോട് പറയുകയാണ്. എന്നിട്ട് മുനിയോട് ചോദിച്ചു, അല്ലയോ മഹർഷി ശ്രേഷ്ഠ, ഈ ചിറകുകളില്ലാത്ത ഞാൻ എങ്ങനെ എൻ്റെ ജീവൻ നിലനിർത്തും? അറിയാമല്ലോ, പക്ഷികൾക്ക് സ്വന്തം ചിറകുകളാണ് ബലമെന്ന്. അതിനൊരു ഉപായം പറഞ്ഞു തന്നാലും എന്ന് ഈ നിശാകര മുനിയോട് പറയും. അപ്പം മുനി ചിരിച്ചുകൊണ്ട് ദയയോടുകൂടി പറയുകയാണ്, ഞാൻ അതായത് ജീവൻ്റെ അവസ്ഥാന്തരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ. ഞാൻ പരമാർത്ഥമായ വസ്തുത പറയുന്നുണ്ട്. നീ നിനക്കൊത്തതുപോലെ ചെയ്യുക. സകല ദുഃഖങ്ങൾക്കും കാരണം നമ്മുടെ ദേഹമാണ്. ആ ദേഹം കർമ്മം ചെയ്യുന്നതിനുള്ള ഉപകരണം മാത്രമാകുന്നു. ആ ദേഹത്തിൽ നിന്നും ദേഹി വേർപെടുമ്പോൾ ആ ജീവിതം അവസാനിച്ചു എന്നും പറയും. അതായത് പ്രാണൻ പോയി കഴിയുമ്പോൾ നമ്മൾ പറയും തീർന്നു, മരിച്ചുപോയി എന്ന് പറയും അല്ലേ. ദേഹം എന്ന അഹങ്കാരം കൊണ്ടാണ് നാം ഓരോരോ കർമ്മങ്ങൾ ദിനം പ്രതി ചെയ്യുന്നത്. ആ അഹങ്കാരം നിമിത്തമല്ലേ ജടായുവും സമ്പാദിയും ഇങ്ങനെ സൂര്യമണ്ഡലത്തിലേക്ക് പറന്നുയർന്നതും ചിറകുകൾ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ അവസ്ഥയിലെത്തിയതും. യഥാർത്ഥത്തിൽ സത്വരജസ് തമോ ഗുണങ്ങളുടെ പരിണാമമാണ് ലോകം മുഴുവനും. ആ ത്രിഗുണാത്മികമായ ആ മൂലപ്രകൃതി, അതായത് പ്രപഞ്ച ഉത്പത്തിയുടെ ആദ്യ കാരണമായ ആ മൂലപ്രകൃതിയെ തന്നെയാണ് അവിദ്യയെന്നും മായയെന്നും പറയുന്നത്. അതിൽ നിന്നുണ്ടായതാണ് മിഥ്യയായ ഈ അഹങ്കാരം, ഈ അഹംബുദ്ധി, ഞാൻ എന്ന ഭാവം. ഈ അഹംഭാവം കൊണ്ട് നമ്മുടെ ഈ ദേഹം ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നു. നല്ലതുമാകാം, ചീത്തയുമാകാം. എപ്രകാരം ചുട്ടുപഴുത്ത ഇരുമ്പിൽ ആ അഗ്നി ജ്വലിക്കുന്നു, അത് നമുക്കറിയാം, ഇങ്ങനെ ജ്വലിച്ച് ചുമന്ന് നിൽക്കും അടുപ്പിൽ വെച്ച് പഴുപ്പിച്ച് കളയുമ്പോൾ അല്ലേ. അത് കഴിഞ്ഞിട്ടോ കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങ് പോവും. അപ്രകാരമാണ് ജീവാത്മാവ് ഈ ദേഹത്തിൽ വർത്തിക്കുന്നത്. ആ ചൈതന്യത്താൽ ദേഹം ജീവനുള്ളതായി ഭവിക്കുകയാണ്. മായാമോഹ ശക്തിക്ക് അടിമപ്പെടുന്നത് കൊണ്ടാണ് ഞാനെന്ന അതായത് ഞാനെന്ന ഭാവം എന്ന് പറഞ്ഞാൽ അഹംഭാവം ഉണ്ടാകുന്നത്. ഞാൻ ദേഹമാകുന്നു, ദേഹത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്ന ഒരു തോന്നൽ മായാമോഹത്തിന് അടിമയായതിനാൽ തോന്നുകയാണ്. ആ ദേഹത്തിനുള്ളിലെ ആ പരമാത്മ ചൈതന്യം, ആ പരമാത്മ സ്വരൂപം, അതിനെ ആരും അറിയുന്നില്ല. കർമ്മങ്ങൾ ചെയ്യുന്നു. എന്തിനായിട്ട്? ഫലേച്ഛയാൽ. ഈ മായാമോഹത്താൽ തന്നെ ജനനത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും സുഖദുഃഖങ്ങളെപ്പറ്റിയും ചിന്തിച്ച് ഈശ്വരനെ മറന്ന്, അതായത് മൂഢന്മാരെ പോലെ കഴിയുകയാണ് എല്ലാവരും. നാം കഷ്ടകാലം വരുമ്പോൾ ഉറക്കെ ഭഗവാനെ വിളിക്കും, ഭഗവാനെ, ശ്രീരാമ, കൃഷ്ണ. അതുവരെ ഓർക്കുകയേയില്ല. നാം സ്വയം കൽപ്പിക്കും, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ മേലോട്ട് പോയി സ്വർഗത്തിലെത്തുമെന്ന്, പാപികളായവരോ താഴോട്ട് പോയി പാതാളത്തിൽ പോയി ചേരുമെന്ന്, അതുപോലെ അല്ലെങ്കിൽ നരകത്തിൽ പോയി ചേരുമെന്ന് വിചാരിക്കും. ഇങ്ങനെ
എത്രയോ ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു, എത്ര ധനം ദക്ഷിണയായി കൊടുത്തു, എത്ര അതായത് യജ്ഞങ്ങൾ നടത്തി. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇതെല്ലാം സത്കർമ്മങ്ങളാണ്. ഇതെല്ലാം ഈ സത്കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് എൻട്രി കിട്ടും, ഇല്ലേ? അതാണ് വിശ്വാസം. ചെയ്ത പാപങ്ങളൊക്കെ ഈ ദാനധർമാദി സുഹൃതങ്ങൾ കൊണ്ട് മുക്കിക്കളഞ്ഞിട്ട് അതായത് ഇല്ലാതെയാക്കിയിട്ട് ദുർഗതി നീങ്ങി സുഖിച്ച് വസിക്കണം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇങ്ങനെ കരുതിയിരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് മൃത്യു വരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ജനിക്കും. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കും. പുനർജന്മം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജനനവും മരണവും ഒന്നും ജീവികളായ നമ്മളാൽ തീരുമാനിക്കപ്പെടുന്നതല്ല എന്നറിയുക. ഇനി മറ്റൊരു കൂട്ടർ നാം അനുഭവിക്കേണ്ടതായ, അതായത് ചെയ്യേണ്ടതായ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഒരു ആയുസ്സിൽ എന്തൊക്കെ കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ടോ അതെല്ലാം, ആ പുണ്യങ്ങളെല്ലാം അവസാനിച്ചിട്ട് മുകളിലേക്ക് പോകും. ആ മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അവിടെ ചന്ദ്രമണ്ഡലത്തിൽ കുറേ കാലം ദേവതമാരോടൊപ്പം ഒക്കെ തങ്ങിയിട്ട് മഞ്ഞുതുള്ളികളോടൊപ്പം ധാന്യങ്ങളായി ഭൂമിയിൽ പതിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ധാന്യങ്ങളായി പരിണമിച്ച് താഴെ വീഴുന്നത് കുറേ കാലം അങ്ങനെ ആമോദത്തോടെ വസിക്കും ധാന്യങ്ങളായിട്ട്. ഇനി വേറൊരു ജന്മമാണതല്ലേ. ഈ ധാന്യങ്ങൾ കൊണ്ട് വിവിധ തരം ഭോജ്യവസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് അതിലൊരു ഭാഗം, ആ ഭക്ഷിക്കുന്നതിൽ ഒരു ഭാഗം പുരുഷൻ്റെ രേതസ്സായി ഭവിക്കുന്നു. ആ രേതസ് ഏത് സ്ത്രീയാണോ അടുത്തതായി ജന്മമെടുക്കാൻ പോകുന്ന ആ ജീവൻ്റെ അമ്മ എന്ന സ്ഥാനത്തേക്ക് വരുന്നത്, ആ സ്ത്രീ യോനിയിൽ ചെന്ന് ചേരുകയാണ്. ആ സ്ത്രീ യോനിയിൽ ചെന്ന് ചേരുന്ന ആ രേതസ് രക്തത്തോടു കൂടി ചേർന്നിട്ട് മറുപിള്ളയാൽ സംരക്ഷിക്കപ്പെടും. അങ്ങനെ ഭ്രൂണമായി, അങ്ങനെ നമുക്കറിയാം മറുപിള്ള എന്ന് പറഞ്ഞാൽ പ്ലാസൻ്റെയാണ്. നമ്മുടെ ആ യൂട്രസിനകത്ത് ഭ്രൂണമായി കഴിയുമ്പോൾ അതിന് കേടുപാടൊന്നും പറ്റാതെ സംരക്ഷിക്കുന്ന കവചമാണ് ഈ പ്ലാസൻ്റ എന്ന് പറയുന്നത്. അങ്ങനെ 5 രാത്രികൾ കൊണ്ട് ഈ ഭ്രൂണം ഒരു കുമിളയുടെ ബുദ്ബുദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബുദ്ബുദത്തിൻ്റെ അത്ര വലിപ്പമാകുമെന്ന് പറഞ്ഞാൽ ഒരു കുമിളയുടെ അത്ര. 5 ദിനം കൊണ്ട് 5 രാത്രികൾ കൊണ്ടാണ് ഒരു കുമിളയാകുന്നത്. 5 ദിനം കൊണ്ട് മാംസപേശികൾ ഉണ്ടാകും. 14 ദിവസമാകുമ്പോഴേക്കും മാംസപേശികളിൽ രക്തസഞ്ചാരം ഉണ്ടായി വരും. അങ്ങനെ വളർന്ന് അത് 5 മാസമാകുമ്പോഴേക്കും ക്രമേണ വളർന്ന് ഈ അമ്മ പൊക്കിൾക്കൊടിയിൽ കൂടി, അതായത് നാഭിരന്ധ്രത്തിൽ കൂടി അമ്മ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ആ പൊക്കിൾക്കൊടിയുടെ ഒരു ചെറിയ ദ്വാരം വഴിയാണ് വളർന്ന് വലുതായി പൂർണ്ണ വളർച്ചയെത്തുകയാണ്. പിന്നീട് ജനിച്ചു കഴിയുമ്പോൾ ഇനിയും മരണം ഉണ്ടാകില്ല എന്നാണ് വിചാരം. ഇതെല്ലാം അകത്ത് കിടന്ന് വിചാരിക്കുന്നതാണ്. ഈ 5 മാസം മുതൽ വിചാരിക്കാൻ തുടങ്ങി ഇങ്ങനെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പേ. ഇവിടെ ആ എഴുത്തച്ഛൻ പറയുന്നതാണ്, ഗർഭപാത്രത്തിൽ കിടന്ന ഈ ജീവൻ തൻ്റെ പൂർവ്വജന്മങ്ങളും അവയുടെ കർമ്മങ്ങളും എല്ലാം ഇങ്ങനെ നിരൂപിച്ച് എല്ലായ്പ്പോഴും അമ്മയുടെ ആ വയറിനകത്ത് ഇങ്ങനെ സേഫാണോ അല്ലേ ഇങ്ങനെ വിചാരിച്ച്, അവിടെ ചിലപ്പോൾ വിചാരിക്കും വളരെ സേഫാണ് ഇവിടെ, ചിലപ്പോൾ വിചാരിക്കും ഒട്ടുമല്ല, വീണ്ടും മൃത്യു വരില്ല എന്ന് കരുതും. ഒരു പക്ഷത്തെ ഈ ജഠരാഗ്നിയിൽ തപിക്കപ്പെടുകയാണ്. ജഠരാഗ്നി എന്ന് പറഞ്ഞാൽ വിശപ്പ് എന്നാണ് ശരിക്കും. പക്ഷേ ഇവിടെ അമ്മയുടെ ആ വയറിനകത്തുള്ള ആ ഒരു വീർപ്പുമുട്ടലാണ് പറഞ്ഞിരിക്കുന്നത്. സ്വതന്ത്രനാകാനുള്ള വെമ്പൽ പുറത്തു വന്ന്. അതെന്തുകൊണ്ടാണെന്ന് കാരണങ്ങൾ പറയുകയാണ് മുനിശ്രേഷ്ഠൻ. അതായത് 10,000 യോനിയിൽ ജനിച്ച് എത്ര കർമ്മങ്ങൾ ഞാൻ അനുഭവിച്ചു എന്ന് മുനി ചോദിച്ചിരിക്കുകയാണ്. ആ 10,100,000 യോനികൾ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള, ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വേറൊരു യോനിയിലായിരിക്കും ജനിക്കുന്നത്. അത് ചിലപ്പോൾ പൂച്ചയാകാം, പശുവാകാം, പട്ടിയാകാം, പക്ഷിയാകാം, ഏത് വേണമെങ്കിലും. അങ്ങനെ ആ പല ജന്മങ്ങളും പല യോനികളും പറഞ്ഞിരിക്കുകയാണ്. ഈ മുനി പറയുന്നത് ആ 10,000 യോനികളിൽ ജനിച്ചിട്ട് അവിടെയെല്ലാം ഓരോ ജന്മത്തിലും പുത്രൻ, മിത്രം, കളത്രം എന്നിങ്ങനെയുള്ള ബന്ധങ്ങളും അനേകം കോടി ആ ബന്ധങ്ങൾക്കനുസരിച്ച് അനുഭവിക്കുകയാണ്. നിത്യം കുടുംബ ബന്ധങ്ങളിൽ ഇങ്ങനെ ആസക്തനായിട്ട് കുടുംബഭരണം എന്ന ഒരേ ഒരു ചിന്തയാൽ അന്യായമായിട്ട് ഒരുപാട് ധനം ഞാൻ സമ്പാദിച്ചു കൂട്ടി. ഇതിനിടയിൽ ഒരിക്കൽ പോലും വിഷ്ണുവിനെ സ്മരിച്ചില്ല, കൃഷ്ണ കൃഷ്ണ എന്നും വിളിച്ചില്ല. അതിൻ്റെ ഫലമാണ് ഞാൻ ഇന്നിവിടെ ഇപ്രകാരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അങ്ങനെ ജഠരാഗ്നിയിൽ തപിച്ചു കഴിയുന്നതും ഒരുതരം ശിക്ഷയാണെന്നാണ്. ഈ ഗർഭപാത്രത്തിൽ നിന്നും എന്ന് ഞാൻ പുറത്തു വരും? ഒരു ദുഷ്കർമ്മം പോലും ഞാൻ ചെയ്തില്ല, സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, ചെയ്യുന്നതെല്ലാം സത്കർമ്മങ്ങൾ മാത്രം. നാരായണസ്വാമിയെ അല്ലാതെ മറ്റാരെയും ഞാൻ ഒരിക്കലും പൂജിക്കയില്ല. ഇപ്രകാരമെല്ലാം ചിന്തിച്ച് ആ ജീവൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി.
ചുമ്മാ ജപിക്കുകയില്ല, അതീവ ഭക്തി പുരസരം. അങ്ങനെ 10 മാസം കഴിയുമ്പോൾ ഭൂമിയിൽ ജനിച്ചു വീഴും. ചിത്തതാപേന പിറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും മനസ്സിലുള്ള ദുഃഖം? കരഞ്ഞുകൊണ്ടാണ് പിറന്നു വീഴുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതങ്ങനെയാണല്ലേ? പക്ഷെ എന്തായിരിക്കും ദുഃഖകാരണം? പറയാനറിയാമായിരുന്നെങ്കിൽ ആ കുഞ്ഞു പറഞ്ഞേനെ അല്ലേ? വിധിവശാൽ അങ്ങനെ ജനിച്ചു വീണിട്ട് എവിടെ, ആരുടെ മകനായിട്ട്, ആരുടെ മകളായിട്ട്, ഏത് ജാതിയിൽ, ഏത് യോനിയിൽ, ഇപ്രകാരം എല്ലാം വിധിയാണ്. ആ ഒരു യോനി നാളിയിലൂടെ പോയിട്ട് അതിലൂടെ തന്നെ പുറത്തു വരുന്നു. ബാലപീഡകളെക്കുറിച്ച് എന്ത് പറയാൻ? മാതാപിതാക്കന്മാരാൽ സംരക്ഷിക്കപ്പെട്ട്, നമുക്കറിയാം ഇത്രയും നിസ്സഹായരായ വേറെ ഒരു ചെറിയ ആ ചൈൽഡ്ഹുഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പക്ഷികൾക്കൊക്കെ നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ കോഴി പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ സ്റ്റേജ് കഴിയുമ്പോഴേക്കും അതുങ്ങളൊക്കെ തന്നെ സ്വയം പര്യാപ്തരാകും എല്ലാ കാര്യത്തിനും. പക്ഷേ മനുഷ്യ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ നിസ്സഹായരാണ് ഒരു പരിധിവരെ. നമുക്ക് ആ ജീവപര്യന്തം നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ അവരെ ഇങ്ങനെ ആ ബാല്യാവസ്ഥയെക്കുറിച്ച് എന്ത് പറയാനെന്നാണ്. ബാല്യം, കൗമാരം, അതുപോലെ യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ ഓരോരോ അവസ്ഥാന്തരങ്ങൾ, ഇങ്ങനെ അവസ്ഥകൾ കടന്നു പോവുകയാണ്. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും ഇതെല്ലാം ഓർത്താൽ സഹിക്കാൻ കഴിയില്ല സുഹൃത്തേ. നിൻ്റെ ജീവിതം നീ അനുഭവിച്ചത് ഓർത്തു നോക്കിയേ. നീ അനുഭവിച്ചതല്ലേ. ഞാൻ അതുകൊണ്ട് അത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞു വന്നത് ഇതാണ്. അഹം ദേഹം എന്ന ആ മായാമോഹത്താൽ വലയ്ക്കപ്പെട്ട് ആ അഹങ്കാര നിമിത്തം അതൊരു ഭാവന മാത്രമാണ്, യാഥാർത്ഥ്യമല്ല എന്നറിയുക. ആ ഭാവനയാൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഗർഭാവസ്ഥയിൽ തുടങ്ങി അനുഭവിക്കുന്ന സർവ്വ ദുഃഖങ്ങളും ജീവജന്തുക്കളുടെ ഉദ്ഭവം, നാശം എല്ലാം ഈ ദേഹം നിമിത്തമാണ് സുഹൃത്തെ. ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്കും അപ്പുറം അവയ്ക്ക് മുകളിൽ ഒന്നുണ്ട്, പരമാത്മസ്വരൂപം, സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു. ആ ശ്രേഷ്ഠനായ ആ പരബ്രഹ്മമൂർത്തിയിൽ വിശ്വാസമർപ്പിച്ച് ദേഹം തുടങ്ങിയ സാംസാരിക ദുഃഖങ്ങളിൽ നിന്നകന്ന് അവയിലുള്ള മോഹം ഉപേക്ഷിച്ച് ആത്മജ്ഞാനം എന്തെന്ന് തിരിച്ചറിയുക, ആ പരമാത്മസ്വരൂപത്തെ തിരിച്ചറിയുക. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ, ശ്രീരാമചന്ദ്ര. വീണ്ടും സമ്പാദി പറയുകയാണ്. ഞാൻ മറ്റൊരു പരമാർത്ഥം കൂടി പറയാം. ത്രേതായുഗത്തിൽ ഭഗവാൻ ദശരഥപുത്രനായി അങ്ങനെ അവതരിച്ചിട്ട് അതായത് സീതയെ അന്വേഷിച്ചെത്തുന്ന വാനരന്മാർക്ക് ആ തന്വങ്കി, അതായത് സീതാദേവി വാഴുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോൾ നിനക്ക് പുതിയ ചിറകുകൾ ഉണ്ടാകും എന്ന് അന്ന് നിശാകരമുനി പറഞ്ഞിരുന്നു. ദാ നോക്കൂ എൻ്റെ ശരീരത്തിലേക്ക്. ആ നിശാകരമുനി പറഞ്ഞതിന് പ്രകാരം എനിക്ക് പുതിയ ചിറകുകൾ മുളച്ചു വന്നിരിക്കുന്നു. എന്തത്ഭുതം! ശ്രീരാമചന്ദ്ര, ദയാനിധേ, കരുണാവാരിധേ. ആ ഉത്തമ താപസന്മാർ പറയുന്നത് ഒരിക്കലും അസത്യമാകില്ല. ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. സീതാദേവിയെ, ആ കല്യാണഗാത്രിയെ കണ്ടുകിട്ടട്ടെ. നന്നായി പ്രയത്നിച്ചാൽ ഇന്ന് തന്നെ സമുദ്രം കടക്കാൻ സാധിക്കും. ശ്രീരാമസ്തുതി കൊണ്ട് ലോകർ സംസാരമാകുന്ന ആ ദുഃഖാർണവം ആ വാരാനിധിയെ കടക്കുന്നു. അതിലും എത്രയോ എളുപ്പമാണ് ഈ സമുദ്രലംഘനം. ഇങ്ങനെ പറഞ്ഞ് സമ്പാദി വിഹായസിൽ മറയുന്നു. വിഹായസ് എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ആകാശത്ത് മറയുകയാണ് ഭഗവാനെ. ശ്രീരാമചന്ദ്ര, കരുണാവാരിധേ, ഭക്തവത്സല, പാഹി പാഹി. 20-ാം ദിവസത്തെ കഥ ഇവിടെ തീരുകയാണ്. നാളെ ഈ വാനരന്മാർ എങ്ങനെ സമുദ്രം കടക്കും? ആരാണ് കടക്കുക? കടക്കാനുള്ള ഉപാധികൾ എന്തൊക്കെയാണ്? സമുദ്രം കടക്കുമോ? അങ്ങനെ ഈ വിവരങ്ങളെല്ലാം നാളെ നമുക്കറിയാം. കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം. ശ്രീ മഹാവിഷ്ണു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവാനെ, പാഹി പാഹി.